ഹായ് ഗൈസ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. 2017 റിലീസ് ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് 12 ഫീറ്റ് ഡീപ്. മൂവിയുടെ ആരംഭത്തിൽ തന്നെ ഒരു പബ്ലിക് സ്വിമ്മിംഗ് പൂൾ ആണ് കാണിക്കുന്നത്. ഇതാണ് ബ്രീ. ഇവള് സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവളുടെ കയ്യില് എന്തോ പൊള്ളിയതുപോലുള്ള ഒരു പാടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇവളൊരു ഡയബറ്റിക്സ് പേഷ്യന്റും കൂടിയാണ്. ഇത് ഈ പൂളിൽ വർക്ക് ചെയ്യുന്ന ക്ലാര. ക്ലീനിങ് മറ്റുമൊക്കെയാണ് പുള്ളിക്കാരുടെ പണി. പൂളിൽ നിന്നും കളഞ്ഞു കിട്ടിയ സാധനങ്ങളൊക്കെ ഇട്ടുവെക്കുന്ന ഒരു ബാഗ് ഉണ്ട്. അതിനുള്ളിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും, അതായത് ഈ പൈസയോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. ഈ പരിപാടി കണ്ടുകൊണ്ട് വന്ന പൂളിന്റെ മാനേജർ പുള്ളിക്കാരിനെ വഴക്ക് പറയുകയാണ്. ഈ ക്ലാരയുടെ ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. പുള്ളിക്കാരി ഈ അടുത്തിടയ്ക്കാണ് ജയിലിൽ നിന്നും റിലീസായത്. ഇവിടെ ബ്രീയുടെ ഒപ്പം അവളുടെ സിസ്റ്റർ ജോണയും കൂടെ ജോയിൻ ചെയ്യുന്നു. ജോണ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ 3-4 മാസമായിട്ട് അവൾ നല്ല കുട്ടിയാണ്. ജോണ ചെറിയ മൂഡ് ഔട്ടിലാണെന്ന് മനസ്സിലാക്കിയ ബ്രീ അവളെ ഒരു റേസിന് ക്ഷണിച്ചുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു. എന്നാൽ ഈ സമയം പൂൾ ഉടനെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നാളെ ഹോളിഡേ ആയതുകൊണ്ട് നാളെയും ക്ലോസ്ഡ് ആയിരിക്കും, എല്ലാവരും ദയവായി പുറത്തു പോകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാനേജർ അതിലേ വരുന്നു. ഈ മാനേജർ ഇങ്ങനെ പറഞ്ഞത് ചേച്ചിക്കും അനിയത്തിക്കും അത്ര പിടിച്ചില്ല. കാരണം 7 മണി വരെയുള്ള പൂളാണ് 5 മണി ആയപ്പോഴേക്കും ഇയാൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. മാനേജറിനെ കണ്ണിൽ കണ്ട ചീത്തയെല്ലാം പറഞ്ഞുകൊണ്ട് ഇവര് പൂളിൽ നിന്നും കയറി തോർത്തുന്നു. വീട്ടിലേക്ക് തിരികെ പോകുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രീ അവളുടെ എൻഗേജ്മെന്റ് റിംഗ് മിസ്സാണെന്ന സത്യം മനസ്സിലാക്കിയത്. ബ്രീ ഡേവിഡുമായിട്ട് എൻഗേജ്മെന്റ് നടത്തിയ കാര്യം ജോണ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബ്രീ അവളോട് അത് തുറന്നു പറയുന്നു. ബ്രീ അവളുടെ റിങ് ബാഗിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത് എന്നെല്ലാം പറഞ്ഞ് അവിടെയെല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പൂളിനുള്ളിലെ മെറ്റൽ ഗ്രില്ലിൽ ഒരു റിങ് കിടക്കുന്നതായിട്ട് ജോണ കാണുന്നു. ബ്രീ ആ മോതിരം എടുക്കുന്നതിന് വേണ്ടിയിട്ട് പൂളിലേക്ക് ചാടുന്നു. പക്ഷെ ആ മോതിരം മെറ്റൽ ഗ്രില്ലിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ബ്രീ എത്ര ശ്രമിച്ചിട്ടും അത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ട് ജോണയും ആ പൂളിലേക്ക് ചാടുന്നു. ഈ സമയം പൂളിലെ മാനേജർ അവിടെയെല്ലാം ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് ആരുമില്ല എന്ന തെറ്റിദ്ധാരണയിൽ പൂളിന്റെ കവറൊക്കെ ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നു. ഇവിടെ മോതിരം എടുക്കാൻ വേണ്ടി വെള്ളത്തിൽ ചാടിയ ജോണയുടെ ഹെയർ മെറ്റൽ ഗ്രില്ലിൽ കുടുങ്ങിപ്പോയിരിക്കുകയായിരുന്നു. അവർ ഒരു തരത്തില് തലമുടിയൊക്കെ വലിച്ചു പറിച്ച് മുകളിലേക്ക് വന്നപ്പോഴേക്കും ആ പൂളിന്റെ കവർ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും അതിനുള്ളിൽ കടന്ന് നിലവിളിച്ചു. എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. പൂളിന്റെ കവർ ഫൈബർ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒന്നായിരുന്നു. അത് മാത്രമല്ല, അടുത്ത 2 ദിവസത്തേക്ക് പൂൾ ക്ലോസ്ഡും ആയിരിക്കും. സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലായ ഉടനെ തന്നെ ജോണ നമ്മളിവിടെ കിടന്ന് ചത്തുപോകുള്ളൂ എന്നെല്ലാം പറഞ്ഞ് നെഗറ്റീവ് അടിക്കാനും തുടങ്ങി. എന്നാൽ ബ്രീ അവളോട് നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാം, നീ സമാധാനിക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഫൈബർ ഗ്ലാസ് പൊട്ടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. എന്നാൽ അത് അവരെ കൊണ്ട് കഴിയുന്ന കാര്യമായിരുന്നില്ല. ബ്രീയുടെ ആവശ്യപ്രകാരം ഫൈബർ ഗ്ലാസ്സിൽ എവിടെയെങ്കിലും വീക്ക് പോയിന്റുകൾ ഉണ്ടോ എന്ന് രണ്ടുപേരും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കവറിൽ ഒരിടത്തായിട്ട് ഒരു ഹോള് ജോണ കണ്ടെത്തുന്നു. എന്നാൽ ആ ഹോള് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടാക്കുന്നതായിരുന്നില്ല. കാരണം അത് തീരെ ചെറുതായിരുന്നു. അവരുടെ കൈ പോലും അതിന്റെ ഉള്ളിൽ കൂടെ കടത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ജോണയാണെങ്കിൽ ഫുള്ള് നെഗറ്റീവോട് നെഗറ്റീവ്, ചത്തുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഇരിക്കുന്നത്. ബ്രീ ഒരു തരത്തില് അവളെ സമാധാനിപ്പിക്കുന്നു. ബ്രീക്ക് പൂളിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ബോർഡ് ലഭിക്കുന്നു. അവൾ അത് ഉപയോഗിച്ച് ആ ഹോള് വലുതാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫൈബർ ഗ്ലാസ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ പ്ലാസ്റ്റിക് ബോർഡ് കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല. ബ്രീയുടെ ഫിയാൻസ് ഡേവിഡ് ബ്രീയെ കാണാണ്ടാവുമ്പോ അല്ലെ വിളിച്ചിട്ട് കിട്ടാതെയൊക്കെ വരുമ്പോഴേക്കും പുള്ളി പോലീസിൽ അറിയിക്കും, നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരും എന്നെല്ലാം ബ്രീ സംസാരിക്കുന്നു. എന്നാൽ ഇത് കേട്ടിട്ടും ജോണ നെഗറ്റീവ് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്തവണ പക്ഷേ ബ്രീക്കും ദേഷ്യം വന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറയാൻ തുടങ്ങി. ജോണയുടെ ലൈഫ് അത്ര സക്സസ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രീയുടെ ഹാപ്പി ലൈഫ് കണ്ട് ജോണയ്ക്ക് അസൂയയായിരുന്നു. ഈ അസൂയ കാരണം ജോണയാണ് റിങ് പൂളിലേക്ക് വലിച്ചെറിഞ്ഞത്. അവളുടെ അസൂയ കാരണം ഇപ്പൊ എന്തോ രണ്ടുപേരും അപകടത്തിൽ. സത്യം മനസ്സിലാക്കിയ ബ്രീ ജോണയോട് വല്ലാണ്ട് ദേഷ്യപ്പെട്ടിട്ട് അവളുടെ റിങ് ആ മെറ്റൽ ഗ്രില്ലിൽ നിന്നും പുറത്തെടുക്കുന്നു. അപ്പോഴാണ് ബ്രീക്ക് ഒരു ഐഡിയ തോന്നിയത്. ഈ പൂളിനുള്ളിലെ മെറ്റൽ ഗ്രില്ല് എങ്ങനെയെങ്കിലും എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് പൂളിന്റെ കവർ തകർക്കാൻ സാധിക്കുമല്ലോ. എന്നാൽ ഈ ഐഡിയ ജോണയ്ക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, മുൻപ് ഇതേ ഗ്രില്ലാണല്ലോ അവളുടെ തലമുടി കുടുങ്ങിയത്. ആ പേടി കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രീയുടെ ഫോണിലേക്ക് ഡേവിഡിന്റെ കോള് വരുന്നത്. കോൾ എടുക്കാണ്ടായപ്പോ പുള്ളി അവളുടെ ഫോണിലേക്ക് ഒരു വോയിസ് നോട്ട് അയക്കുന്നു. പൂളിനുള്ളിലെ മെറ്റൽ ഗ്രിൽ എടുക്കാനായിട്ട് ബ്രീ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. അങ്ങനെ കുറച്ചധികം മണിക്കൂറുകൾ കൂടെ കടന്നുപോയി. രണ്ടുപേരുടെയും പ്രതീക്ഷയൊക്കെ ഏതാണ്ട് നശിച്ച മട്ടായി. ബ്രീയുടെ ഫോണിലേക്ക് ഡേവിഡിന്റെ കോള് പലതവണ വന്നെങ്കിലും ബ്രീക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ബ്രീ നല്ലപോലെ അവശയായിട്ടുണ്ടായിരുന്നു. അവൾക്ക് തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജോണ ബ്രീയോട് കാര്യം തിരക്കിയപ്പോൾ തനിക്ക് ഡയബറ്റിക്സ് ഉണ്ടോ എന്ന സത്യം ബ്രീ അവളോട് തുറന്നു പറയുന്നു. ഇൻസുലിന്റെ അടുത്ത ഷോട്ട് എടുക്കേണ്ട നേരമായിട്ടുണ്ട്, വൈകും തോറും കോമയിലേക്ക് വരെ വേണമെങ്കിലും പോകാം എന്നൊക്കെ ബ്രീ പറയുന്നത് കേട്ടിട്ട് ജോണയ്ക്ക് വല്ലാണ്ട് പേടിയായി തുടങ്ങി. ജോണ പൂൾ കവറിലെ ഹോള് പ്ലാസ്റ്റിക് ബോർഡ് കൊണ്ട് വലുതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോണ ബ്രീയോട്
ബ്രിയോട് അവളുടെ കയ്യിലെ പൊള്ളലിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി ചോദിക്കുന്നു. ഇത് പണ്ട് നടന്ന ഒരു ഇൻസിഡന്റ് ആണെങ്കിലും ഇതിനെപ്പറ്റി ജോണയ്ക്ക് വലിയ പിടിയുണ്ടായിരുന്നില്ല. പണ്ടൊരിക്കല് ഇവരുടെ അച്ഛൻ കുടിച്ച് ബോധമില്ലാതെ സിഗരറ്റ് ഒക്കെ കത്തിച്ച് സോഫയിൽ വന്ന് കിടന്നു. ആ സിഗരറ്റ് മൂലം സോഫയ്ക്ക് തീ പിടിക്കുകയും പുള്ളി അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. ഈ തീപിടുത്തത്തിൽ നിന്നും തന്റെ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പൊള്ളലാണ് ബ്രിയുടെ കയ്യിലെ ആ പാട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തുകൂടി ആരോ നടക്കുന്ന സൗണ്ട് ഇവർക്ക് കേൾക്കാൻ സാധിച്ചത്. ക്ലാരയായിരുന്നു അത്. ഏറെ പ്രതീക്ഷയോടെ ജോണയും ബ്രിയും ആ പൂളിനുള്ളിൽ കിടന്ന് നിലവിളിച്ചു. രണ്ടുപേര് പൂളിനുള്ളിൽ ട്രാപ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ ക്ലാര അവരെ രക്ഷിക്കുന്നതിന് പകരം അവരുടെ പേഴ്സിൽ നിന്നും പൈസ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി പൂളിലെ ക്യാമറ മുഴുവൻ ഓഫാക്കിയിട്ട് ഇവരോട് വന്നിരുന്ന് സംസാരിക്കാനും തുടങ്ങി. പതിയെ പുള്ളിക്കാരി ബ്രിയോട് അവളുടെ ഫോണിന്റെ പാസ്വേഡ് ആവശ്യപ്പെടുന്നു. പോലീസുകാരെ വിളിക്കാനോ മറ്റോ ആയിരിക്കുമെന്ന പ്രതീക്ഷയിൽ ബ്രി പുള്ളിക്കാരിക്ക് ആ പാസ്വേഡ് നൽകുന്നു. എന്നാൽ ക്ലാരയാകട്ടെ ബ്രിയുടെ ഫോണിലെ പേഴ്സണൽ തിങ്സ് എല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഡേവിഡ് അയച്ച വോയിസ് നോട്ടുകളും മെസ്സേജസും ഫോട്ടോസും അങ്ങനെ പലതും. ക്ലാര ഇവരെ രക്ഷിക്കില്ല എന്ന യാഥാർത്ഥ്യം രണ്ടുപേർക്കും ഏതാണ്ട് മനസ്സിലായി തുടങ്ങി. ക്ലാര 9 മാസങ്ങൾക്ക് മുമ്പാണ് ജയിലിൽ നിന്നും റിലീസായത്. ജയിലിലായിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വേറെ ഒരിടത്തും ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഈ ക്ലീനിങ് ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് അവൾക്ക് അവളുടെ റൂം റെന്റ് പോലും അടയ്ക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ക്ലാര ബ്രിയോട് അവളുടെ ATM പിൻ നമ്പർ ആവശ്യപ്പെടുന്നു. ATM നമ്പർ കിട്ടിയാൽ മാത്രമേ നിങ്ങളെ തുറന്നു വിടൂ എന്ന് പുള്ളിക്കാരി പറയുന്നു. എന്നാൽ ബ്രിയും ജോണയും പുള്ളിക്കാരിയെ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ നമ്പർ കൊടുക്കില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല ജോണയാണെങ്കിൽ ക്ലാരയെ കണ്ണിൽ കണ്ട ചീത്ത പറയുകയും ചെയ്യുന്നു. ക്ലാരയും വിട്ടുകൊടുത്തില്ല. പുള്ളിക്കാരി സ്വിമ്മിംഗ് പൂളിലെ ഹീറ്റർ അങ്ങ് ഓഫ് ചെയ്യുന്നു. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം നല്ലപോലെ തണുക്കാനും തുടങ്ങി. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ആ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് തണുത്ത് മരിക്കുന്നതായിരിക്കും. ATMന്റെ പിൻ നമ്പർ കിട്ടിയാൽ നിങ്ങളെ ഉറപ്പായും തുറന്നു വിടാമെന്ന് ക്ലാര അവളുടെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്യുന്നു. പിൻ നമ്പർ കൊടുക്കരുതെന്ന് ജോണ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും ബ്രി ആലോചിച്ച് നോക്കിയപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് മുന്നിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല ഇവൾക്ക് ഉടനെ തന്നെ ഇൻസുലിൻ എടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ബ്രി അവളുടെ പിൻ നമ്പർ ക്ലാരയ്ക്ക് നൽകുന്നു. എന്നാൽ ക്ലാരയാകട്ടെ അവരെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് അവിടെ നിന്നും കടന്നു കളയുന്നു. വീണ്ടും മണിക്കൂറുകൾ കടന്നുപോയി. രണ്ടുപേരും തണുത്തു വരച്ച് അവശയായിട്ടുണ്ടായിരുന്നു. ബ്രിക്ക് യാതൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. പൂളിനുള്ളിലെ മെറ്റൽ ഗ്രിൽ എടുക്കാനായിട്ട് ജോണ താഴേക്ക് നീന്തി എത്തിയെങ്കിലും പേടി കാരണം അവൾ അതിലൊന്ന് ടച്ച് ചെയ്യുക പോലും ചെയ്യാതെ തിരികെ എത്തുന്നു. ബ്രിക്ക് തീരെ വയ്യാതായിട്ടുണ്ടായിരുന്നു. അവളുടെ ബോധം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ കോമയിലേക്ക് പോകും. ഇവരുടെ അച്ഛൻ അത്ര നല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ല. കുട്ടിക്കാലത്ത് ഇവരെ അയാൾ ഫിസിക്കൽ അബ്യൂസ് ചെയ്തിരുന്നു. ആ ഒരു പേടി ജോണയെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം ജോണ ബ്രിയോട് തുറന്നു പറയുന്നു. രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ജോണ പൂൾ കവറിലെ ആ ഹോളിനടുത്തേക്ക് എത്തിയതും ക്ലാരയെ കണ്ടവൾ പേടിക്കുന്നു. ക്ലാര കുറച്ചധികം നേരമായിട്ട് ഇവരുടെ സംസാരമൊക്കെ കേട്ട് ഒളിഞ്ഞിരിക്കുകയായിരുന്നു. പുള്ളിക്കാരി തിരിച്ചു വന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, കൈ നിറയെ പൈസയെ മോഹിച്ചാണ് പുള്ളിക്കാരി ATM കാർഡിന്റെ നമ്പരുമായിട്ട് പോയത്. എന്നാൽ ബ്രിയുടെ അക്കൗണ്ടിൽ നിന്നും വെറും $80 മാത്രമാണ് പുള്ളിക്കാരിക്ക് ലഭിച്ചത്. ജോണ ക്ലാരയോട് ഞങ്ങളെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം, ബ്രിക്ക് ഇൻസുലിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ക്ലാര ഹെൽപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കിയതും ജോണയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നു. ജോണ സൂത്രത്തില് ഒരു സീക്രട്ട് പറയാനുണ്ടെന്നും പറഞ്ഞ് ക്ലാരയെ ആ ഹോളിനടുത്തേക്ക് എത്തിക്കുന്നു. പറയുന്നത് വ്യക്തമായി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാര അവളുടെ ചെവി ആ ഹോളിലേക്ക് ചേർത്ത് വെക്കുന്നു. ദേഷ്യം വന്നിരിക്കുന്ന ജോണയാണെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക് ബോർഡിലെ അതിന്റെ അറ്റം വെച്ച് പുള്ളിക്കാരിയുടെ ചെവിക്ക് ഒരു കുത്തു കൊടുക്കുന്നു. പുള്ളിക്കാരിയുടെ ചെവിയൊക്കെ മുറിഞ്ഞ് നല്ലപോലെ ബ്ലഡ് ഒക്കെ വന്നു. പകരം വീട്ടുന്നതിന് വേണ്ടിയിട്ട് ക്ലാര പൂളിനുള്ളിലേക്ക് ക്ലോറിൻ തുറന്നു വിടുന്നു. ബ്രിക്കും ജോണയ്ക്കും ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. രണ്ടുപേരും ക്ലാരയോട് ക്ഷമ ചോദിക്കുന്നു. അത് മാത്രമല്ല ഈ ക്ലോറിൻ തുറന്നു വിട്ടതിന്റെ പേരിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ക്ലാരയെ പിടിക്കുമെന്നുള്ളത് കൊണ്ടും പുള്ളിക്കാരി അതങ്ങ് ഓഫ് ചെയ്യുന്നു. രക്ഷപ്പെടുത്താമെന്ന് കള്ളം പറഞ്ഞ് ബ്രിയുടെ എൻഗേജ്മെന്റ് റിങ് കൂടി ക്ലാര തട്ടിയെടുക്കുന്നു. എന്നാൽ പുള്ളിക്കാരി വീണ്ടും ചതിച്ചിട്ട് കടന്നു കളഞ്ഞു. കുറച്ചധികം മണിക്കൂറുകൾക്ക് ശേഷം ഡേവിഡ് ഇവരെ വന്ന് രക്ഷിക്കുന്നതായിട്ട് ബ്രി സ്വപ്നം കാണുന്നു. എന്നാൽ കണ്ണു തുറന്നപ്പോൾ കണ്ടതോ സ്വയം ജീവൻ ഒടുക്കാൻ നിൽക്കുന്ന ജോണയെയും. ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് ജോണയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ കാത്തിരിക്കാനും ആരുമില്ല. എന്നാൽ ബ്രിയുടെ മുന്നിൽ ഡേവിഡ് ഉണ്ട്, ഒരു ഹാപ്പി ലൈഫ് ഉണ്ട്. ജോണയെ കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് മാത്രമാണുള്ളത്. അങ്ങനെയുള്ള തോട്ടൊക്കെ വന്നതുകൊണ്ടാണ് ജോണ ആത്മഹത്യക്ക് ശ്രമിച്ചത്. എന്നാൽ ബ്രി ജോണയെ അതിൽ നിന്നും തടയുന്നു. ബ്രിയുടെ ഫോണിലേക്ക് ഡേവിഡിന്റെ കോള് പലതവണയായി വന്നുകൊണ്ടേയിരുന്നു. ഡേവിഡിന്റെ ലാസ്റ്റ് കോളും എടുക്കാണ്ടായപ്പോൾ പോലീസിനെ അറിയിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു വോയിസ് മെയിലും പുള്ളിക്കാരൻ അയക്കുന്നു. ഇത് കേട്ടതും ക്ലാരയ്ക്കാകെ പേടിയായി. പുള്ളിക്കാരി അവരുടെ അടുത്ത് നിന്ന് നിങ്ങളെ ഞാൻ തുറന്നുവിടാം, പക്ഷെ എന്നെ പറ്റി പോലീസുകാരോടൊന്നും പറയരുത് എന്നെല്ലാം പറഞ്ഞ് ഉറപ്പുവരുത്തിയതിനു ശേഷം ഓഫീസ് റൂമിൽ പോയി പൂളിന്റെ കവർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡ് അടിക്കുന്നു. എന്നാൽ പുള്ളിക്കാരിയുടെ കോഡ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷെ മാനേജർ പുതിയ കോഡ് ഇട്ടിട്ടുണ്ടായിരുന്നിരിക്കാം. വേറെ നിവൃത്തിയില്ലാതെ അവരെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ക്ലാര അവിടെ നിന്നും കടന്നു കളയുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം രണ്ടുപേരും നല്ലപോലെ തളർന്നിട്ടുണ്ടായിരുന്നു. ബ്രിക്ക് പിടിച്ചു നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല.
ബ്രിയുടെ മുന്നിൽ അധികം സമയം ഉണ്ടായിരുന്നില്ല. ബ്രിയുടെ കയ്യിലെ പൊള്ളല് അവൾ അവളുടെ അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായതല്ല, മറിച്ച് അയാളെ തീയിൽ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കാതിരുന്നപ്പോഴുണ്ടായതാണ്. രക്ഷിക്കാനുള്ള അവസരമുണ്ടായിട്ടും പുള്ളിക്കാരനെ മനഃപൂർവ്വം മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ബ്രി ചെയ്തത്. ഈ സത്യം ബ്രി ജോണയോട് തുറന്നു പറയുന്നു. ഇവരുടെ രണ്ടുപേരുടെയും നല്ലതിനു വേണ്ടിയിട്ടാണ് ബ്രി അങ്ങനെ ചെയ്തത്. ഇതെല്ലാം കേട്ടതും ധൈര്യം സംഭരിച്ച് പൂളിനുള്ളിലെ മെറ്റൽ ഗ്രിൽ എടുക്കാൻ ജോണ ശ്രമിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് ഒരു തരത്തില് അവൾ അത് വലിച്ചെടുക്കുന്നു. അതുപയോഗിച്ച് ആ പൂളിന്റെ കവറൊക്കെ പൊട്ടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ബ്രിയെയും അവളും പുറത്തെത്തുന്നു. ബ്രിക്ക് ജോണ ഇൻസുലിൻ ഒക്കെ കുത്തിവെക്കുന്നു. അവൾക്ക് ചെറിയൊരു അനക്കം വരുന്നത് കണ്ട് ജോണ സന്തോഷിക്കുന്നു. എന്നാൽ ഇവര് രക്ഷപ്പെട്ടാല് ക്ലാര പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പുള്ളിക്കാരി തോക്കും ചൂണ്ടി ഇവരുടെ നേരെ വരുന്നു. എന്നാൽ ജോണ പോലീസിനോട് പറയില്ല, ഞങ്ങളെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞ് യാചിക്കുന്നു. മനസ്സലിവ് തോന്നിയ ക്ലാര അവരെ കൊല്ലാതെ ബ്രിയുടെ എൻഗേജ്മെന്റ് റിങ് ജോണയ്ക്ക് നൽകുന്നു. ജോണ ആംബുലൻസിനെ വിളിച്ചതിന് ശേഷം ക്ലാരയോട് അവിടെ നിന്നും രക്ഷപ്പെടാൻ ആവശ്യപ്പെടുന്നു. ആംബുലൻസ് ഒക്കെ എത്തിയതും ബ്രി ഏകദേശം നോർമൽ ആകുന്നു. ജോണ ബ്രിക്ക് അവളുടെ എൻഗേജ്മെന്റ് റിംഗും സമ്മാനിക്കുന്നു. തോൽവി സമ്മതിക്കാതെ രക്ഷപ്പെടുത്തിയതിൽ ബ്രി ജോണയോട് നന്ദി പറയുന്നു. രക്ഷപ്പെട്ട ഈ ഒരു സന്തോഷത്തില് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.